പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നാളെ യുവതിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ തേടും. ആഭാസം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് നടൻ അലൻസിയർക്കെതിരായ കേസ്. 2017 നടന്ന സംഭവത്തിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് യുവതി പറയുന്നത്. ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതോടെ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. അതിനിടെ ഹൈക്കോടതി നൽകിയ കാലാവധിക്കുള്ളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ. പ്രത്യേക സംഘം എടുത്ത കേസുകളുടെ വിവരങ്ങളും കോടതിക്ക് കൈമാറും. കോടതി സീൽഡ് ചെയ്ത കവറിൽ ഇതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സീൽഡ് ചെയ്ത കവറിൽ തന്നെ ഈ ഫയല് സൂക്ഷിക്കുന്ന കസ്റ്റോഡിയനായിട്ടുള്ള ആൾ കൊടുക്കാം. അത് കൊടുക്കുന്നതിന് ഗവൺമെന്റ് തടസ്സമില്ല, കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കൃത്യമായ അന്വേഷണത്തിലൂടെ എല്ലാം കലങ്ങിത്തെളിയുമെന്ന നിലപാടെടുക്കുകയാണ് സിനിമാ പ്രവർത്തകർ. മലയാള സിനിമ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നുണ്ടാവും, ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ അതെല്ലാം കലങ്ങി തെളിയട്ടെ, വേഗം കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെ. സ്ത്രീകളുടെ പീഡനങ്ങളും ഉപദ്രവങ്ങളും എല്ലാം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ 2 ജൂനിയർ ആർട്ടിസ്റ്റുകൾ തെളിവില്ലാത്ത 2 ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ വലിയ നായകന്മാരെ കൊണ്ട് പറയാത്ത എന്താ? ഇല്ലാത്തതേ വരില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നത് ഏതെല്ലാം മേഖലയിലുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. എല്ലാ ഫീൽഡിലും എല്ലായിടത്തും ഇതുപോലുള്ള ക്രൈംസും ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് ആരോപണങ്ങൾ മാത്രമായിട്ട് നിന്നിട്ട് കാര്യമില്ല. അത് കോടതി അല്ലെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ. മലയാള സിനിമ പ്രേക്ഷകരെ ഇനിയും തിയേറ്ററിലേക്ക് കൊണ്ടുവരും, അതിൽ യാതൊരു സംശയമില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമ നയരൂപീകരണത്തിന് മുന്നോടിയായുള്ള കോൺക്ലേവ് നീളുമെന്ന സൂചനയാണ് സർക്കാർ കേന്ദ്രങ്ങൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.